സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിശുകാരിണേ നമോ വേദാന്തവിദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. ശ്രീഗുരുഭ്യോ നമഃ. ഹരേ ശരണമയ്യപ്പ. എല്ലാ പ്രിയ ആത്മബന്ധുക്കൾക്കും നൂറായിരം സ്നേഹാശംസകൾ. നമ്മുടെ ജീവിതം ഒരു മഹായാത്രയാണ്. ദുഃഖ ദുരിതങ്ങളിലൂടെയും സന്തോഷ സംതൃപ്തികളിലൂടെയുമുള്ള യാത്ര. ഇതിനെ ഇപ്പോൾ നിയന്ത്രിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയകളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെല്ലാവരും 98% അല്ല 99% ആൾക്കാരും ഡിപ്രഷനിലൂടെ തളർന്ന മനസ്സിനുടമകളായി, തകർന്ന വ്യക്തിത്വങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് നമ്മളെ കീഴടക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സൃഷ്ടികൾ യാഥാർത്ഥ്യമേത്, AI ഏത് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങും എവിടെയും പ്രത്യേകിച്ച് മലയാളികളായ നമുക്ക് നെഗറ്റീവായ കാര്യങ്ങളാണ് കാണുകയും കേൾക്കുകയും നാം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഈ നെഗറ്റീവുകളുടെ ഒരു അതിപ്രസരമുള്ള കാലഘട്ടം, അതിനാണ് പശുഭിശ്ച നരാസമ. മനുഷ്യൻ, നരൻ മൃഗങ്ങൾക്ക് തുല്യമായിട്ടാണ്. മനുഷ്യരൂപേണ മൃഗം ചരന്തി. അപ്പോൾ ഈ മൃഗങ്ങൾ, പശുക്കൾ താമസിക്കുന്ന സ്ഥലത്തിനാണ് ആല എന്ന് പറയുന്നത്. ഈ ആലയിൽ നിന്നും ദേവാലയമാക്കി ഉയരണം, ബ്രഹ്മാലയമാക്കി ഉയരണം. അതിന് വിദ്യാലയങ്ങളാകണം നമ്മുടെ കുടുംബം. അൾട്രാ മോഡേൺ സയൻസിൽ പീഡിയാട്രീഷ്യൻ പറയുന്നു, 9 വയസ്സ് വരെ കുട്ടികൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്നത് എന്ന്. അതൊരു സത്യമല്ലേ? നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും സംസ്കൃതിയുടെ പ്രൊഡക്റ്റാണ് നമ്മളെല്ലാവരും. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ്, മുൻ ശബരിമല മേൽശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ എൻ്റെ അച്ഛൻ. അദ്ദേഹം എന്നെ പഠിപ്പിച്ച ഭഗവത്ഗീതയും ഭാഗവതവുമാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാഗുരുവായ എൻ്റെ അമ്മ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുരു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീശങ്കര ഭഗവത്പാദരടക്കം പറയുന്നു അമ്മ. കാരണം അമ്മ കാട്ടിയ മാർഗമാണ് ഈവൻ അച്ഛൻ പോലും. എൻ്റെ ജീവിതത്തിൽ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ്
നിലവിളക്കുമായി നാമം ജപിക്കുന്ന ഒരു അമ്മ. ഈ നാമത്തിനൊരു പേരുണ്ട്, സന്ധ്യാനാമം. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? സന്ധ്യാനാമം. സന്ധ്യാനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിസന്ധ്യ, നമ്മൾ സിനിമാ പാട്ടിലൊക്കെ കേൾക്കാറില്ല, ത്രിസന്ധ്യ. പ്രാതസന്ധ്യ, മധ്യസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ സായം സന്ധ്യയ്ക്ക് ഇരുൾ വരുമ്പോൾ ഭയന്നിട്ട് മാനവരാശി 1000ഓളം വർഷങ്ങൾക്ക് മുന്നേ അവൻ്റെ മനസ്സിൻ്റെ ദുഃഖത്തിൽ നിന്നും തിരിച്ചു വിടാൻ അവൻ ഡിപ്പെൻഡ് ചെയ്തതാണ്, അവൻ ആശ്രയിച്ചാണ് സന്ധ്യയ്ക്ക് എല്ലാവരും കൂടിയിരുന്ന് ഒരു നാമജപം. ഈ നാമജപം ജപിച്ച് തീരുമ്പോഴേക്കും രാത്രിയുടെ അന്തരാളങ്ങളിലോട്ട് കയറുകയും ഇവർ ക്ഷീണിച്ച് ഉറങ്ങുകയും ചെയ്യും. അവരുടെ ഉറക്കം തീരുമ്പോഴേക്കും സുപ്രഭാതത്തിൻ്റെ വിശുദ്ധി വരും. അപ്പോൾ ഇവർ നാമം ജപിച്ചത് കൊണ്ടാണ് സുപ്രഭാതം ഉറങ്ങി എഴുന്നേക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് ഈ പൂർവീകരായ മനുഷ്യരുടെ ചിന്താഗതികൾ. അപ്പോൾ പ്രഭാത സന്ധ്യയെ സന്തോഷം കൊണ്ട് നാമജപ ലയത്തിലോട്ട് കയറുന്നു. ഉച്ചയാകുമ്പം നട്ടുച്ചയ്ക്ക് സൂര്യൻ്റെ ചൂട് സഹിക്കാൻ പറ്റാതെ ഇവർ പേടിച്ച് ഭയക്കുന്നു. ഇവർ വീണ്ടും മധ്യാഹ്നത്തിൽ നാമം ജപിക്കുന്നു. അങ്ങനെ നാമം ജപിക്കുമ്പോൾ വെയിലിൻ്റെ ശക്തി കുറഞ്ഞ് വരുന്നു വൈകുന്നേരത്തേക്കും. അപ്പോൾ ഇവരുടെ മനസ്സിന്, ഇവരുടെ ധാരണ വീണ്ടും ചൂട് കുറയുന്നതും നാമം ജപിച്ചത് കൊണ്ടാണെന്ന്. അങ്ങനെ ഈ നാമജപം തുടർച്ചയായി ഇവർ കൊണ്ടു നടക്കുന്നു. ആ ഒരു സംസ്കൃതിയാണ് എൻ്റെ അമ്മയ്ക്ക്. രാവിലെ സുപ്രഭാതത്തിൽ നാമജപം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഉറങ്ങി നാമത്തിൽ ലയിക്കുന്ന ഒരു അമ്മയാണ് എൻ്റെ ബാല്യം. ഉച്ചക്കൊക്കെ അടുക്കളയിൽ ചോറും കൂട്ടാനൊക്കെ വെക്കുമ്പോൾ ആരെങ്കിലും കൂട്ടത്തിലുണ്ടെന്ന് തോന്നും, ആരും ഉണ്ടാവില്ല, നാമം ജപിക്കുകയാണ്. ഇപ്പോൾ പൂച്ച എന്തെങ്കിലും തട്ടിമറിച്ചിട്ടുണ്ടെങ്കിൽ ഓടി വന്നിട്ട് നാരായണ. അപ്പോൾ ഈ നീട്ടി വിളി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന്. നമ്മളെന്തെങ്കിലും അബദ്ധം ചെയ്താൽ നാരായണൻ്റെ മോനെ നീ ഇങ്ങനെയാണോ, കണ്ടോ? അപ്പോൾ എന്തിനും ഏതിനും ഇവർ ഡിപ്പെൻഡ് ചെയ്യുക നാരായണനെയാണ്. നാരായണമയം ധീര പശ്യന്തി ജ്ഞാനചക്ഷുഷ ധീൻ രമതേ ഇതി ധീര. ബുദ്ധിയിൽ ജീവിക്കുന്നവർ നാരായണമയമായിട്ടാണ് എല്ലാം കാണുക. ഇതിന് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഏത് ദുഃഖത്തെയും ദുഃഖ സംയോഗ വിയോഗ, ദുഃഖത്തെ സംയോജിക്കുന്നത് പോലെ വിയോഗം നടത്തണം, തിരിച്ചു വരണം. പേന നമ്മളെടുത്തു, എഴുതി തീർന്ന ഉടനെ പേന എവിടെ വെക്കണം. ഇതുപോലെ ദുഃഖം വരുമ്പോൾ ആ ദുഃഖത്തിൽ കടിച്ചു നിൽക്കാതെ നാരായണ നാമത്തിലോട്ട് തരംതിരിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതം സന്തോഷകരവും സംതൃപ്തവുമായി കൊണ്ടു നടക്കാം. എവിടെ? കുടുംബത്തിൽ. ഇത് വളരെ ശ്രദ്ധിക്കണം. ഋഷിക്കിത് നിർബന്ധമുള്ള കാര്യമാണ്. എന്ത്? കുടുംബ പശ്ചാത്തലം. കുടുംബത്തിൽ അത് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നു. സംസാരകൂപ പതിതോ തരണാവലംബം ഗേഹം ജുഷാമപി മനസ്സുദീയതാ സദാ. സംസാരമാകുന്ന കൂപം, കുടുംബമാകുന്ന പൊട്ടക്കിണർ, ഗൃഹമാകുന്ന പൊട്ടക്കിണർ ആകാതെ അതിൽ പതിച്ചതിൽ നിന്നും പുറത്ത് കടക്കാൻ ഒരു ഫയർഫോഴ്സുകാരന് നമ്മളെ സാധിക്കില്ല. പിന്നെ സംസാരകൂപ പതിതോ തരണാവലംബം, അതിൽ നിന്നും പുറത്ത് കടക്കാൻ ഗേഹം ജുഷാമപി. കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട വൈദ്യുതി, കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ചൈതന്യം, അത് സ്നേഹസ്വരൂപമായ ആ ഭഗവാനാണ്. അപ്പോഴോ സംസാരകൂപ പതിതോ തരണാവലംബം ഗേഹം ജുഷാമപി മനസ്സുദീയതാ. മനസ്സിൽ ഉദിക്കേണ്ടത്
ഈ ചൈതന്യമാണത് എപ്പോഴ്? സദാ സദാ എപ്പോഴും ആ കൃഷ്ണൻ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ബോധത്തിലും മനസ്സിലുദിച്ചുയർന്നു കഴിഞ്ഞാലോ മനസ്സുദീയതാ സദാ എപ്പോഴും. ഇവിടെ ശ്രദ്ധിക്കണം, എപ്പോഴെങ്കിലും ഒരു തമാശയ്ക്ക് വേണ്ടതല്ല ഇത്, പിന്നെ എപ്പോഴും വേണം, ടെമ്പററി ആയിട്ടല്ല. അതിന് നമുക്കറിയാം മഹാവിഷ്ണുവിൻ്റെ ഹെഡ് ഓഫീസാണ്, അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സ് ഉള്ളതാണ് വൈകുണ്ഠം എന്ന്. ഞാനിതിനിടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയ സമയത്ത് അദ്ദേഹത്തെ കണ്ടില്ല. അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അത് നിൻ്റെ ഉള്ളിലാണല്ലോ എന്ന് വെച്ച്. മന്ദം ജഹാസ വൈകുണ്ഠ. എന്ത്? മന്ദം ജഹാസ വൈകുണ്ഠ. ആരാണോ എവിടെയാണോ പുഞ്ചിരി തൂകുന്നത് അത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ജീവിക്കും സാധിക്കില്ല. വേദകാലഘട്ടത്തിൽ പറയുന്നത്, വേദത്തിൽ പറയുന്നു, വേദത്തിൻ്റെ വിഹിതമായിട്ടുള്ള വൈദിക സംസ്കൃതി പറയുന്ന ഏറ്റവും വലിയ ദാനം മന്ദസ്മിതമാണെന്ന്. അപ്പോൾ ഈ മന്ദസ്മിതം ആരുടെ ചുണ്ടിലാണോ? മനുഷ്യൻ്റെ ചുണ്ടിൽ ഏതുള്ളൂ? എന്താണ് പറഞ്ഞത്? മന്ദം ജഹാസ വൈകുണ്ഠ. മന്ദസ്മിതം എവിടെയാണോ ഉദിക്കുന്നത് അവിടെയാണ് വൈകുണ്ഠം. വിഗത കുണ്ഠാഹ ഇതി വൈകുണ്ഠം. മനസ്സിൽ സന്തോഷം ഉദിച്ചുയർന്നതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ലളിതാ സഹസ്രനാമം. അതിൽ പറയുന്നു, മന്ദസ്മിത പ്രഭാപുര മജ്ജത്കാമേശമാനസ. മന്ദസ്മിത പ്രഭാപുര മജ്ജത്കാമേശമാനസ. പരമേശ്വരനെ പോലും വശീകരിക്കുന്ന ആ മന്ദസ്മിതം. പ്രഹസന്നിവ ഭാരത. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പോലും ഭഗവാൻ ചിരിച്ചുകൊണ്ട് പ്രഹസന്നിവ ഭാരത. യുദ്ധരംഗത്ത് പോലും പുഞ്ചിരിയാണ്. അപ്പോൾ ദുഃഖ ദുരിതങ്ങളില്ലാത്ത ജീവിതമാണ് ഈ സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി. ഈ സംസ്കൃതിയുടെ ഉദാത്തമായ പ്രതീകമാണ് ക്ഷേത്ര സംസ്കൃതി. ആ ക്ഷേത്ര സംസ്കൃതിയിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെയുള്ള ഓരോ കാര്യങ്ങളും അത്ഭുതകരമാണ്, അത്യത്ഭുതകരമാണ്. അതിനെ സയൻസുമായി കൂട്ടിയിണക്കിക്കൊണ്ട്, അൾട്രാ മോഡേൺ സയൻസിനെ കൂട്ടിയിണക്കിക്കൊണ്ട് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രബോധത്തിലും അധിഷ്ഠിതമായിട്ട് നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഉൾക്കൊള്ളണം. എങ്കിൽ മാത്രമേ വരും തലമുറയ്ക്ക് ഈ സംസ്കൃതിയെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. കാരണം അവർ AI യുഗത്തിലാണ്. അവർ ഗൂഗിൾ കുമാറിനോട് ചോദിക്കും, അപ്പോൾ അവർക്ക് ഉത്തരം കിട്ടും. അതും നമ്മുടെ സംസ്കാരവും തമ്മിൽ ബന്ധമില്ലാതെ പോകുമ്പോൾ ഇത് രണ്ടും രണ്ട് വഴിക്കാണെന്ന് അവർക്ക് മനസ്സിലാവും. ഉദാഹരണം പറയുകയാണെങ്കിൽ, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തീർത്ഥം കിട്ടും. തീർത്ഥം കിട്ടുമ്പോൾ പറയണം, നമ്മൾ അമ്പലത്തിൽ പോകുന്നത് നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനും ദുഃഖ ദുരിതങ്ങൾ മാറ്റാനല്ല. എന്താ സൂപ്പർ മാർക്കറ്റാണോ? ദുഃഖ ദുരിത ചിന്തകളെ പുറത്തോട്ട് കളയാം. അതിനാണ് അവിടെ ഗോപുരം ദേവപാദം സ്യാൽ യദ്യതേ ലക്ഷണം ശുഭം. ശുഭകരമായ ചിന്തയുമായി അകത്തോട്ട് കടക്കാനാണ്. അല്ലാതെ നിങ്ങളെ പരാതിയിലൊക്കെ പോലീസ് സ്റ്റേഷനിലാണ്, ഭഗവാനോടല്ല പറയേണ്ടത്. കുട്ടികളില്ലെങ്കിൽ IVF സെൻറ്ററിലാണ് പോകേണ്ടത്. ഭഗവാനോട് പോയിട്ട് പരാതി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഭഗവാൻ പറയും എൻ്റെ കാര്യം തന്നെ കട്ട പുകയാണ്. ഭാഗവതത്തിൽ പറയുന്ന ഭഗവാന് രുക്മിണി സ്വയംവരം കഴിഞ്ഞിട്ട് 9ാമത്തെ വർഷമാണ് കുട്ടി ഉണ്ടായത് എന്ന്. അപ്പോൾ പിന്നെ ഭഗവാനോട് പറഞ്ഞാൽ എനിക്ക് തന്നെ 9ാമത്തെ വർഷമാണ്, പിന്നെ നിങ്ങളുടെ കാര്യം ഞാൻ എന്താ ചെയ്യേണ്ടത് പറയും. ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ നമുക്ക് തീർത്ഥം തരും. എന്താണ്? ദുഃഖത്തെ തരണം ചെയ്യുകയും, ദുഃഖത്തെ തരണം ചെയ്താൽ സന്തോഷമുണ്ടാകും. സന്തോഷത്തെ വികസിപ്പിക്കാനുമാണ് തീർത്ഥം. തരണം ചെയ്യണം. തരണം ചെയ്യുന്ന എന്തോ അതാണ് തീർത്ഥം. ദുഃഖത്തെ തരണം ചെയ്യണം. അതെങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ പറയണം,
അത് വിഗ്രഹത്തിൽ വിശേഷ ഗ്രാഹ്യത ഇതി വിഗ്രഹ, ആ വിഗ്രഹത്തിൽ തിരുമേനി ശുദ്ധജലം കൊണ്ട് മേൽശാന്തി അഭിഷേകം ചെയ്യും. അഭിഷേകം ചെയ്യുന്ന എന്താണ്? പുണ്യാഹമാണ്, പുരുഷ സൂക്തമാണ്, ഭാഗ്യസൂക്തമാണ്, സംവാദ സൂക്തമാണ്, രുദ്രമാണ്, ചമകമാണ്. ഓം മനസ്സമാധീയത, ഓം സമാഹിത മനസ്സസ്മ, ഓം പ്രസീദന്തു ഭവന്ത, പ്രസന്നാസ്മ, ശാന്തിരസ്തു, പുഷ്ടിരസ്തു, ഋദ്ധിരസ്തു, അഭിജ്ഞമസ്തു, ശിവം കർമാസ്തു. ഇത്രയും മംഗളകരമായ പുണ്യാഹത്തിൻ്റെ തുടക്കമാണ് ഈ. ശ്രദ്ധിക്കണം, ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം, കുട്ടിക്ക് ഫിസിക്സ് പറഞ്ഞു കൊടുക്കണം. ഇവിടെ ആ പൂജാരിയുടെ ബ്രെയിനിലുള്ള തോട്ട് എനർജി, സൗണ്ട് എനർജി, ഇത് ജലതരംഗങ്ങളിലോട്ട് കൺവേർട്ട് ചെയ്യുകയും ആ വിഗ്രഹത്തിൽ തലേ ദിവസം പൂജിച്ച് അടക്കി വെച്ചിരിക്കുന്ന ഭഗവത് ചൈതന്യവുമായി ഈ ജലത്തിൽ കലങ്ങും. മനസ്സിലായിട്ടില്ല അല്ലേ? ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത്തിരി സൾഫ്യൂരിക് ആസിഡ് എടുത്ത് നോക്കൂ, അപ്പോൾ മനസ്സിലാവും. H2 ആണ് 2 മോളിക്യൂൾ ഹൈഡ്രജനും 1 മോളിക്യൂൾ ഓക്സിജനാണെന്ന് കുട്ടിക്കറിയാലോ. ഏറ്റവും നല്ല സുചാലകം, വൈദ്യുതി കടത്തിവിടാൻ പറ്റും വെള്ളത്തിൽ നിറയാലോ. അതുപോലെ ഈ സൂക്ഷ്മമായിട്ടുള്ള ഈ മന്ത്രശക്തി, ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്യും. ആ വെള്ളം വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത് അത് അവിടെ പിടിച്ചു വെച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോഴാണ് നമ്മുടെ ദുഃഖത്തെ മുഴുവൻ തരണം ചെയ്യും, ദുഃഖത്തെ ഇല്ലാതാക്കും. മനസ്സിനെ, ഇവിടെ ശ്രദ്ധിക്കണം, മനസ്സിനെ ഒരു വിശുദ്ധി അവിടെ കൈവരും. കാരണം ശബ്ദസ്പർശ രസരൂപഗന്ധത്തിൽ അനുഭവിക്കുന്നതിൽ രസം വരുമ്പോഴേക്കും തിരുമേനി ഇലയിൽ നമുക്ക് തരും. എന്താണ് അതിൻ്റെ പേര്? പ്രസാദം. ഇത്രയേ ഉള്ളൂ. പ്രസാദേ സർവദുഃഖാന ഹാനിരസ്യോ ഉപജായതേ. പ്രസാദേ സർവദുഃഖാന. ആ തീർത്ഥം കൊണ്ട് സർവദുഃഖങ്ങളും പോയി കഴിഞ്ഞാൽ മനസ്സിന് പ്രസാദം വരും, മനസ്സിന് സന്തോഷം വരും, മനസ്സിന് വളരെ മംഗളകരമായിട്ടുള്ള ചിന്തകൾ വരും. അപ്പോൾ രാവിലെ ശ്രദ്ധിക്കണം, രാവിലെ നമ്മൾ ഭാര്യയോട് ഒട്ടക്കിയിട്ടായിരിക്കും അമ്പലത്തിൽ പോയിട്ടുണ്ടാവുക. രാവിലെ നമ്മൾ ഭർത്താവിനോട് ഒട്ടക്കിയിട്ടായിരിക്കും അമ്പലത്തിൽ പോയിട്ടുണ്ടാവല്. രാവിലെ നമ്മൾ മക്കളോട് ഒട്ടക്കിയിട്ടായിരിക്കും. മാത്സര്യബുദ്ധി, പഠിക്ക് മക്കളെ, പഠിക്ക് മക്കളെ, പഠിക്ക് മക്കളെ. ഇത് കേൾക്കുമ്പോൾ തന്നെ പോടാ 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 പോടാ, പൊടി പൊടി പൊടി, ഇത് അച്ഛനോടും അമ്മയോടും ഇങ്ങനെ പറഞ്ഞ് പഠിക്ക് മക്കളെ, വെളുപ്പിൽ എഴുതിയിട്ട് പഠിക്ക് മക്കളെ, പഠിക്ക് മക്കളെ, എന്നിട്ട് അമ്പലത്തിൽ പോവാ. അപ്പോൾ ഒരു 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 ഇറിറ്റേറ്റഡ് ആയിരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, ആധുനിക മനുഷ്യൻ്റെ ബുദ്ധി മത്സരബുദ്ധിയാണ്, മാത്സര്യബുദ്ധിയാണ്. എല്ലാത്തിലും ഞാൻ മുൻപന്തിയിൽ, എല്ലാത്തിലും എനിക്ക് ഫസ്റ്റ് റാങ്ക്, എല്ലാത്തിലും PSCക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണം, എൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടണം, എൻ്റെ ഭാര്യ ഡെപ്യൂട്ടി കളക്ടർ ആവണം, MBBSൻ്റെ എൻട്രൻസിൽ എൻ്റെ മകൾക്കായിരിക്കണം ഫസ്റ്റ് റാങ്ക്, എഞ്ചിനീയറിങ്ങിൻ്റെത് എൻ്റെ മകനായിരിക്കണം. ഈ മത്സരബുദ്ധി, ശ്രദ്ധിക്കൂ, മത്സരബുദ്ധിയിൽ നിന്നുമാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് പോയി ഈ പ്രസാദം ലഭിച്ചു കഴിഞ്ഞു. ശ്രദ്ധിക്കണം, പ്രസാദം വെച്ച് കഴിഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷം. ഇത്രയേ, അതിനകത്ത് പുഷ്പങ്ങളാണ്. പുഷ്പങ്ങൾ സ്വപ്നങ്ങളുടെ പ്രതീകമായിട്ടാണ് ഭഗവാന് സമർപ്പിച്ചത്. ആ ഭഗവാൻ അതിൻ്റെ സൂക്ഷ്മാംശത്തെ സ്വീകരിച്ച് തരുന്നതാണ്. പിന്നെ ചന്ദനം പേസ്റ്റബിൾ ഉണ്ടാവും, പിന്നെ ഈറ്റബിൾ ഉണ്ടാവും, പഴം ഉണ്ടാവും, ത്രിമധുരം ഉണ്ടാവും. അത് കഴിഞ്ഞ് ദേശം അവിടുന്ന് ഒരു വഴിപാട് കഴിച്ച പായസവും കിട്ടും. ശ്രദ്ധിക്കണം, ഇത് കഴിക്കുന്ന സമയത്ത്, ഈ ത്രിമധുരം കഴിക്കുന്ന സമയത്ത് അതിനകത്ത് ചിലപ്പോൾ പൂവിൻ്റെ കഷ്ണം അതും ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ തിരുമേനോട് വഴക്കിടാറുണ്ടോ? ഇല്ല. ഭഗവാനോട് വഴക്കിടാറുണ്ടോ? ഇല്ല. ആ ത്രിമധുരം അങ്ങോട്ട് കഴിക്കും. ഈ പായസം ഈ പഴം തന്ന് ചിലപ്പോൾ ചീഞ്ഞളിഞ്ഞതായിരിക്കും. നമ്മൾ വഴക്കിടാറുണ്ടോ? ഇല്ല. ആ പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതിനകത്തൊക്കെ ഇട്ട് ഇതാക്കും. നമ്മൾ ചീത്ത പറയാറുണ്ടോ തിരുമേനിന? ഇല്ല. തന്ത്രിയെ ചീത്ത പറയാറുണ്ടോ? ഇല്ല. ആ കേടുവന്ന പോലെയുള്ള പഴം നമ്മളും കഴിക്കും. ശ്രദ്ധിക്കണം. ഇനി പായസം നമ്മൾ തിന്നു കഴിഞ്ഞാൽ വേഗം കൈ കിട്ടിയ ഉടനെ അങ്ങ് കഴിക്കും. ഇതിനകത്ത് കല്ലുണ്ടാവും, മുള്ളുണ്ടാവും. കല്ലും മുള്ളും ഉണ്ടാവില്ലേ? നെല്ലും ഉണ്ടാവില്ലേ? ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. ചില ആൾക്കാർ തുപ്പണം, നിർബന്ധമായിട്ട് തുപ്പണം, അതുകൊണ്ട് അകത്തുനിന്ന് കഴിക്കാൻ പാടില്ല. അവരുന്ന് പുറത്തുനിന്ന് തുപ്പിയിട്ട് അതങ്ങോട്ട് കഴിക്കണം. അപ്പോൾ അമ്പലത്തിലോട്ട് വരുമ്പോൾ നമ്മൾ മത്സരബുദ്ധിയിൽ നിന്നും ഗോപുരത്തിൽ കടന്നു, അത് ഉപേക്ഷിച്ച് അകത്ത് കടന്നു. ഈ പ്രസാദം കഴിക്കുന്നതോടുകൂടി നമ്മുടെ ബുദ്ധി ഈ ദോശ മറച്ചിടുന്നത് പോലെ, ദോശ മറച്ചിടുമ്പോൾ ബംഗാളിയോട് ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? ദോശ പറഞ്ഞു. അതെന്താ ഈ ദോശ എന്ന് പേര് വന്നത് ചോദിച്ചു.
ഒരു തവി മാവെടുത്ത് ദോശത്തട്ടിൽ ഒഴിച്ചു ദോ, ഓ 2 ദോ, അതാണ് ദോശ. ഈ ദോശയുടെ ബന്ധുക്കൾ ആരൊക്കെയാണ്? ചട്നി ആൻഡ് സാമ്പാർ. അപ്പോൾ ഈ ദോശ മറച്ചിടുന്നത് പോലെ മത്സര ബുദ്ധിയിൽ നിന്നും വന്നു തിരിച്ചു പോകുമ്പോഴേക്കും എന്തായി? പ്രസാദ ബുദ്ധി. ഇനി ഈ പ്രസാദ ബുദ്ധിയിലൂടെ ആകുമ്പോൾ എല്ലാം നമ്മൾ സഹിക്കും, എല്ലാം നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. ഈ കല്ലും മുള്ളുന്ന ജീവിതത്തിൽ എന്ത് തിക്താനുഭവങ്ങൾ വന്നു കഴിഞ്ഞാലും എല്ലാം ചെറുപുഞ്ചിരിയായിട്ട് നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യും. മത്സര ബുദ്ധിയിൽ നിന്നും പ്രസാദ ബുദ്ധിയിലേക്ക് നമ്മളെ ഉയർത്താനാണ് ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും. നമ്മളൊക്കെ ഇപ്പം ഈ ഇൻഷുറൻസ് കമ്പനിക്കാരുടെ നെട്ടോട്ടമാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇൻഷുറൻസാണ്. പൊട്ടന്മാരിൽ പൊട്ടന്മാരായ മലയാളിക്കൊരു ധാരണയുണ്ട്, ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് ഏത് രോഗത്തിനും ഹോസ്പിറ്റലിൽ പോയാൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന്. ഇല്ല. ഇത് മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ശംഭുവാധ്യാരുടെ മകൻ മണികണ്ഠൻ പറയുന്നതല്ല, എൻ്റെ അടുത്ത സുഹൃത്താണ് ഡോക്ടർ ഗംഗാധരൻ, ഓങ്കോളജിസ്റ്റ്. അദ്ദേഹം പറയുന്നു ഏറ്റവും വലിയ പൊട്ടത്തരാണ് ട്രീറ്റ്മെൻ്റ് ഇല്ല. ഈ ഹോസ്പിറ്റലൊക്കെ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് മാത്രമേ നിങ്ങളെ മുട്ടുകാല് മാറ്റി വെക്കുന്നത് അടക്കം ഫെയിലിയർ ആവാം. അപ്പം ഞങ്ങളൊന്നിനും ഗ്യാരണ്ടി പറയില്ല. പൊട്ടന്മാരായ മലയാളികൾ ഇതൊക്കെ. ഏതായാലും ശരി, ഹെൽത്ത് ഇൻഷുറൻസ്, സർവ്വ ഇൻഷുറൻസ്, പെൻഷൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ പെൻഷൻ പ്ലാൻ എടുക്കണം. എന്തിനാണ്? നമ്മളൊരു വലിയ എമൗണ്ട് പെൻഷൻ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 60 വയസ്സ് കഴിയുമ്പോൾ മന്തിൽ ഒരു 50,000 ഉറുപ്പിക പെൻഷൻ കിട്ടുമ്പോൾ നമുക്കൊരു കാര്യമില്ല ഇത് കിട്ടിയിട്ട്, വയസ്സാം കാലത്ത് കിട്ടിയിട്ട്. പിന്നെ മക്കൾക്കും കൊച്ചുമക്കൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂട്ടുകൂടും. പൈസ ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ പഴയ ചാക്ക് പോലെയാകും. എന്തുപോലെ? പഴയ ചാക്ക് പോലെ. ഇതെൻ്റെ അച്ഛൻ പഠിപ്പിച്ചതാണ്. പഴയ ചാക്ക് പോലെയാണ്, മഷി കഴിഞ്ഞ റീഫില്ലർ പോലെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റുകയാണ്. അപ്പോൾ നമ്മളിത് വേണം, പെൻഷൻ പ്ലാൻ എടുക്കണം. പെൻഷൻ പ്ലാനിന് നമ്മളങ്ങ് എടുത്ത ഉടനെ തന്നെ ശ്രീമദ് ഭാഗവതം എന്ന പെൻഷൻ പ്ലാനും കൂടെ എടുക്കണം. ഇത്രയേ ഉള്ളൂ. ഒരു പെൻഷൻ പ്ലാൻ എന്ത് വേണം? റിട്ടയർഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഭാഗവതം പഠിക്കാൻ തുടങ്ങണം. എന്നാൽ ഒരു 60 വയസ്സായിട്ടാകുമ്പോൾ റിട്ടയർഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ഭാഗവതവുമായിട്ട് ഭാര്യയായിട്ട് ഒരു അസോസിയേറ്റ് ചെയ്യുന്നത് പോലെ, സമഗ്രമായി ഷെയർ ചെയ്യുന്നത് പോലെ ഭാഗവതവുമായി ഷെയർ ചെയ്യുമ്പോഴേക്കും ഭാഗവതം ഇങ്ങനെ ഒഴുകി വരും. എന്ത് സച്ചിദാനന്ദ സമുദ്രം. ആ സച്ചിദാനന്ദ സമുദ്രത്തിലേക്ക് നമ്മളങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ ഒരു 60 വയസ്സാകുമ്പോൾ ശ്രദ്ധിക്കൂ, നമ്മുടെ വീട്ടിലുള്ള ഫിഷ് ടാങ്കിൻ്റെ ഫിഷിനെ എടുത്ത് കടലിൽ വലിച്ചെറിഞ്ഞാൽ അതെങ്ങനെയാണോ നീന്തി തുടിക്കുന്നത്, ഇതുപോലെ സന്തോഷമാകുന്ന മധുവിൽ നമുക്ക് നീന്തി തുടിക്കാം. അല്ലാതെ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞ് ഭാര്യ ഒട്ടും ശരിയല്ല, ഭാര്യയുടെ അങ്ങനെയാണ്, ഭാര്യയ്ക്ക് എങ്ങനെയാണ്, ഭാര്യയുടെ അമ്മായി അച്ഛൻ അത് തന്നില്ല, ഭാര്യയുടെ അമ്മായി എങ്ങനെയാണ്, എനിക്ക് 2 അളിയന്മാരുണ്ടായി, എനിക്കെന്ത് കാര്യമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മകനാണിച്ചാൽ പഠിക്കുന്നില്ല, മകളാണിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിച്ച് കൊടുത്തിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, ഭർത്താവിൻ്റെ മുട്ടുകാല് വേദന, അമ്മായി അമ്മയെ കൊണ്ട് ഞാൻ തോറ്റു, അമ്മായി അമ്മനാണിച്ച് ഇപ്പോൾ കിടപ്പിലാണ് എന്ന് അൽസിമേഷൻ എന്താ പിടിപെട്ടിട്ട് ഇങ്ങനെ കരഞ്ഞ് ദുഃഖിച്ച് നരകിച്ച് ജീവിക്കുന്ന ആധുനിക മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഭാഗവതം അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയും. എന്താ ഭാഗവതം പറയുക? ഭാഗവത മാഹാത്മ്യത്തിൽ നോട്ട് ചെയ്തോളൂ. ഭാഗവത മാഹാത്മ്യത്തിൽ 2-ാം അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദർ പറയുന്നു. ആരാ പറയുന്നത്? ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദർ പറയുന്നത്. ഈ ബ്രഹ്മാവാണല്ലോ എല്ലാം സൃഷ്ടിക്കൽ. അപ്പോൾ എല്ലാ സൃഷ്ടികർത്താക്കളുടെ, സർവത്തിൻ്റെയും സൃഷ്ടികർത്താവിൻ്റെ മകൻ എന്തോരം ബുദ്ധി ഉണ്ടാകും. ഇത് പറയുമ്പോഴാണ് ബ്രഹ്മാവ് ദിവസേന മകൻ നോക്കുമ്പോൾ, നാരദ നോക്കുമ്പോൾ അച്ഛനിങ്ങനെ ഓരോ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, അച്ഛാ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരുമോ? എടാ നിനക്കിതൊന്നും ആവില്ലടാ, ഇതൊക്കെ എന്നെ മഹാവിഷ്ണു പഠിപ്പിച്ചു. എടാ നിനക്കാവില്ല, എനിക്കിതൊക്കെ എന്തോരം ട്രെയിനിങ് തന്നിട്ടുണ്ട് അറിയോ? മഹാവിഷ്ണു എന്നെ
നിൽക്കാനും ഇരിക്കാനും ഇവിടെയൊക്കെ പുള്ളിക്കാരൻ്റെ കയ്യിലുള്ള സർവ്വഗതയുണ്ട് എന്നെ അടിച്ചും കുത്തും ഇതൊക്കെ ചെയ്തിട്ട് എന്നെ പഠിപ്പിച്ച നിനക്കിതാവില്ല. അല്ല അച്ഛൻ, ഞാൻ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിച്ചോട്ടെ. എടാ മോനെ, നിനക്കാവില്ല, അച്ഛൻ ഇത് പഠിച്ചത് മഹാവിഷ്ണുവിൻ്റെ എടുക്കുന്നതാണ്. അല്ല അച്ഛൻ, എന്തെങ്കിലും 3-4 ദിവസം വഴക്കിട്ട് എന്നാൽ പിന്നെ നീ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കു പറഞ്ഞു. പെട്ടെന്ന് നാരദർ പോയി തട്ടും മുട്ടുമൊക്കെ ചെയ്തിട്ട് ഒരു പഴം സൃഷ്ടിച്ചു. അച്ഛാ, എന്താടാ? ഞാൻ സൃഷ്ടിച്ച പഴം ഇത്. ഓ, നീ സൃഷ്ടിച്ച പഴം അല്ല ഇത്, മിട്ടുക്ക, നല്ല അസല് പൊട്ടപ്പഴം. അതെന്താ അച്ഛ? അച്ഛൻ എന്നോട് അസൂയാണ്, പെരുന്തച്ഛൻ കോംപ്ലക്സ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറേ നാരദർ തിരിച്ചു പറഞ്ഞു. അല്ലടാ, ഈ പഴം നല്ല അസല് പൊട്ടപ്പഴം. അതായത് രാമൻ നായർ ചീത്ത പറയുമ്പോൾ എന്ത് ചീത്തയാണ്? പുളിച്ച ചീത്ത. എന്താണ് പുളിച്ച ചീത്ത? എന്നാൽ അമ്മ ചീത്ത പറഞ്ഞാലോ? നല്ല ചീത്ത പറയും അമ്മ. നീ ഇതൊക്കെ ഇവിടെ തട്ടിമറിച്ചിട്ടോ, അമ്മ വന്നാൽ നല്ല ചീത്ത കിട്ടും. നീ അവിടെ പോയിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ രാമൻ നായർ പുളിച്ച ചീത്ത പറയും. ഇതുപോലെ നല്ല അസല് പൊട്ടപ്പഴം. എന്താ? അയ്യൻ്റെ മോനെ, നിനക്കിത് സൃഷ്ടിക്കാനാവില്ല. അച്ഛൻ ആദ്യമേ പറഞ്ഞതല്ലേ. എടാ, ഈ പഴത്തിന് ഇപ്പം നോക്കി, ഇതിന് സീഡ് എവിടെ? അയ്യോ അച്ഛ, അത് വെക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് നിന്നെ ഒന്നിനും കൊള്ളില്ല പറഞ്ഞ്. ഉടൻ തന്നെ നാരദർ എന്ത് പണിയെടുത്തു? ബ്രഹ്മാവ് എന്ത് കൊടുത്തു? ഒരു കശുവണ്ടി ഉണ്ടാക്കി, ഒരു സീഡ് ഉണ്ടാക്കി ഇതിൻ്റെ അടിയിൽ കൊളുത്തി വെച്ചു. ഇതുകൊണ്ടാണ് ഈ കശുവണ്ടിയുടെ പഴം മുകളിലും കശുവണ്ടി താഴത്തും. മനസ്സിലായല്ലോ? ഈ നമ്മുടെ നാരദര് ആരാണ്? എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. നരം ദദാമി ഇതി നാരദാഹ. നരനെ ദുഃഖത്തിൽ നിന്നും, ദുരിതത്തിൽ നിന്നും, സങ്കടങ്ങളിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, ഇല്ലായ്മയിൽ നിന്നും, വല്ലായ്മയിൽ നിന്നും മനുഷ്യ മനസ്സിനെ സത്യസ്ഥിതിയിലോട്ട് അടുപ്പിക്കുന്ന വ്യക്തിയുടെ പേരാണ് എന്ത്? നാരദന്. ഹീസ് എൻ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ, എക്സ്പേർട്ട് പേഴ്സൺ ആണ് ഇയാള്. പുള്ളിക്കാരൻ പ്രൊഫഷണലാ. എന്തില്? മനുഷ്യ മനസ്സിനെ സത്യത്തിനോട് അടുപ്പിക്കുന്ന ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് തിയറിയാണ് ആരുടെ? നാരദരുടെ. എന്താണ്? ഒരു മൈൻഡ് ട്രെയിനറാണ്. ഇപ്പോഴുള്ള തെറി വിളിക്കുന്ന അതുപോലുള്ള ട്രെയിനറല്ല ഇത്. വിത്ത് ലവ് ആൻഡ് കെയർ ആയിട്ട് ഒരു നല്ല മോട്ടിവേറ്ററാണ് ഈ നാരദൻ എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചത്. പിന്നെ നാരദർ ഒരു നല്ല സൈക്കാട്രിസ്റ്റായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ജീവിതമാകുന്ന രോഗത്തിനെ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് അതിന് മരുന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു നല്ല ഡോക്ടറാണ് നാരദർ. നമ്മളെ ഇപ്പോഴത്തെ ന്യൂജനുകാർ പോകുമ്പോൾ കയ്യിലിങ്ങനെ മൊബൈലിങ്ങനെ തോണ്ടി പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ റൂട്ട് മാപ്പ്. ഈ ഗൂഗിൾ റൂട്ട് മാപ്പ് നമുക്ക് വഴി കാണിക്കുന്നത് പോലെ നാരദർ നമ്മളെ ഒരു നല്ല വഴിയിലൂടെ കൈപിടിച്ച് കൊണ്ടുപോയത്. ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിൽ 2-ാം അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൽ വൃഥാ ഖേദയസേ ബാലേ അഹോ ചിന്താതുരാ കഥം ശ്രീകൃഷ്ണ ചരണം ഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. വൃഥാ ഖേദയസേ ബാലേ അഹോ ചിന്താതുരാ കഥം ശ്രീകൃഷ്ണ ചരണം ഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. അവിടെ ശ്രദ്ധിക്കണം, ആ നാരദര് ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. അടകടാഹം മുഴുവൻ സൃഷ്ടിച്ച ബ്രഹ്മാവിൻ്റെ പുത്രനായതുകൊണ്ട് തന്നെ ആ വ്യാസം നമ്മൾ ഉൾക്കൊണ്ടിടണം. എന്നിട്ടാണ് പറയുന്നത് വൃഥാ ഖേദയസേ ബാലേ, വെറുതെ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് കരഞ്ഞ് 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 ജന്മം പാഴാക്കരുത്. കുഞ്ഞേ, വേദങ്ങളുടെ ടച്ചാണ് ഇത്. കുഞ്ഞെ സൗമ്യ എന്ന് പറയും വേദങ്ങളിൽ. കുഞ്ഞേ സൗമ്യ. ആ നാരദരുടെ പിതൃസ്നേഹമാണ് നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കുന്നത്. അവിടെ ഭാഗവതത്തിൻ്റെ ശ്രദ്ധിക്കണം, ഭാഗവതത്തിൻ്റെ മാതൃസ്നേഹമാണ്. വൃഥാ ഖേദയസേ ബാലേ. ഇവിടെ ശ്രദ്ധിക്കണം, ആ വാക്കിൽ നിന്നും എന്താണ്? ഇവിടെ ചരിഞ്ഞ മരത്തിനകത്തായിരിക്കും കയറാൻ എളുപ്പം. ചാടി അങ്ങോട്ട് കയറാൻ പറ്റും. സ്ട്രൈറ്റ് ആയിട്ടുള്ളത് പറ്റുമോ? പറ്റില്ല. ഇവിടെ ശ്രദ്ധിക്കണം, രോഗ പ്രതിരോധ
ശക്തി ഇല്ലായ്മയാണ് രോഗത്തിന് കാരണം. ഇതാണല്ലോ വാക്സിനേഷൻ. കൊറോണ വന്നപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, രോഗപ്രതിരോധ ശക്തി ഇല്ലായ്മയാണ് രോഗത്തിന് കാരണം. അതുകൊണ്ട് നമ്മൾ എന്ത് എടുക്കാം? രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കണം. ഇത് വാക്സിനേഷൻ ചെയ്യുന്ന പോലെ രോഗകാരണം ഇതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദുഃഖിക്കുന്ന മനസ്സ്, വേദനിക്കുന്ന മനസ്സ്, ദുരിതമനുഭവിക്കുന്ന മനസ്സ്, തളർന്ന മനസ്സ്, ഈ മനസ്സിനെ ഉയർത്തണം. അപ്പോൾ മനോവികാസമാണ് മനോവികാസമാണ് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം. മനനേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷജ ബന്ധയോ വിഷയാസക്ത മുക്തയോ നിർവിഷയേ സ്മൃതം. കൃഷ്ണ യജുർവേദത്തിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ മനസ്സിനെ വികസിപ്പിച്ച് മനോബലം വർദ്ധിപ്പിക്കണം, മനഃശക്തി വർദ്ധിപ്പിക്കണം. ആധുനിക തലമുറയ്ക്കില്ലാത്തത് ഇതാണ്, നമ്മുടെ മക്കൾക്കില്ലാത്തത് ഇതാണ്. അതുകൊണ്ട് നമ്മൾ ശക്തരാകണം. മനഃശക്തിയും മനോബലവും നമ്മളെ മക്കളെ പഠിപ്പിക്കണം. എന്നിട്ട് നമ്മുടെ മക്കളും വരും തലമുറയും മനോരോഗികളാകാതിരിക്കാനാണ് ഈ ഭാഗവതം പഠിക്കാൻ. ഇനി പറയുന്നു, വൃഥാ ഖേദയസേ ബലേ, സോറി ബാലേ, ബാലേ. അർത്ഥം മനസ്സിലായല്ലോ? മനസ്സിലായി. മലയാളികളായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം സംസ്കൃതത്തിൽ ഏകദേശം മലയാളത്തിൽ ഏകദേശം ഒരു 80% വാക്കുകളും സംസ്കൃതത്തിൽ നിന്നാണ്. ഈ ബാലൻ, ബാലേ, ഈ ചില നാടകം ഉണ്ടാവും വളരെ ഈസി ആയിട്ട് പാട്ടും ഡാൻസും ഇതൊക്കെ ആയിട്ടുള്ള ബാലെ, കുട്ടികളുടെ ബാലെ, അത് കുട്ടികളെ സിമ്പിളായിട്ട് മനസ്സിലാവുന്നതാണ് ആ കഥ. അതുകൊണ്ടാണ് പുരാണ കഥ സിമ്പിളായിട്ട്, അതുകൊണ്ടാണ് അതിന് ബാല എന്ന് പേര് വരാൻ കാരണം. ബാലൻ, ബാലിക എന്നുള്ളതൊക്കെ ഇതാണ്. ഇത്രയും ഋഷിക്ക് പറയാനുള്ളൂ. നാരദ ഋഷി നമ്മളെ പറയുന്നു, മുതിർന്നവർക്ക് ബാലിശമായ വൈകാരികമായി ജീവിതത്തിനെ അപ്രോച്ച് ചെയ്യുന്ന മനസ്സിനെയാണ് ഇവിടെ ബാലേ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, അപക്വമായ മനസ്സിനുടമയാണ്. വൃഥാ ഖേദയസ്യ, അപക്വമായ മനസ്സിനുടമയാണ് ദുഃഖിക്കല് എന്നുള്ളതാണ് നാരദർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈകാരികമായ മനസ്സ്, നമുക്കറിയാം കുട്ടികൾ എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ കരയും, വിശക്കുമ്പോൾ കരയും, ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ കരയും, എപ്പോഴും അവർ കരയും. ഇതുകൊണ്ടാണ് പൂർണ്ണാവതാരം എടുത്തിട്ട് കൃഷ്ണൻ, ജീവിച്ചിരുന്ന കൃഷ്ണൻ്റെ മുന്നിൽ കണ്ടിട്ട്, നിങ്ങളവിടെ നമ്മളെ മുമ്പിലോൻ്റെ കൃഷ്ണൻ വന്ന് നമ്മൾ എന്തൊക്കെയാ ചോദിക്കുക? ശരണമയ്യപ്പ ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്ത് കൊടുത്തിട്ട് പറയും, കൃഷ്ണ ദാ ഇതിലൊന്നൊപ്പിട്ട്, ഇതോ കൃഷ്ണ ഒന്നിവിടെ ഒപ്പിട്ടെ എന്ന് പറയും. ഇതെങ്ങ് ട്രാൻസ്ഫർ ചെയ്യാന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ജീവിച്ചിരിക്കുന്ന കൃഷ്ണൻ, ജീവിച്ചിരുന്ന കൃഷ്ണൻ 124 വർഷം മജ്ജയും മാംസവുമായി നമ്മുടെ മുന്നിൽ ജീവിച്ചിരുന്ന കൃഷ്ണനെ കണ്ണോട് കണ്ണും നേരിട്ട് കണ്ട് അറിഞ്ഞനുഭവിച്ച സുഹൃത്തിനോട് പറയുന്നതാണ്, ഒരേ ഒരു ചോദ്യമാണ് നെഞ്ചു തൊട്ടിട്ട് അർജുനൻ ചോദിക്കുന്നത്. എന്താണ്? ശ്രീശങ്കര ഭഗവത്പാദന്റെ ഭാഷ്യം നൽകിയിട്ടുണ്ട്. 700 ശ്ലോകങ്ങൾ വരെ ഒറ്റ ചോദ്യമാണ് നെഞ്ചിൽ തൊടുന്നത്. നെഞ്ചത്തങ്ങനെ തൊട്ടിട്ട് കണ്ണങ്ങനെ അടച്ചിട്ട്, കൃഷ്ണ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ. കൃഷ്ണ നിനക്കിതൊക്കെ മനസ്സിലാവും, ബഹുവിനിമേ ജന്മം, നീ ജന്മങ്ങളായിട്ട് നിനക്കിതൊക്കെ അറിയാം, എനിക്കിതൊന്നും അറിയില്ല കൃഷ്ണ. പക്ഷെ കൃഷ്ണ നീ പറയുന്നത് എന്തോ കാര്യമുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ നീ അങ്ങനെ പറയടാ, നീ ഒന്ന് ശ്രദ്ധിക്കൂ. എന്ത് ശ്രദ്ധിക്കൂ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചഞ്ചലം ഹി മനഃകൃഷ്ണ ഭ്രമാതി ബലഭദ്രിടം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സദുഷ്കൃതം. വായുവിനെ കെട്ടിയിടുന്നത് പോലെ ദുഷ്കരമാണ് കൃഷ്ണ മനസ്സ്. ചഞ്ചലം ഹി മനഃകൃഷ്ണ, എൻ്റെ മനസ്സ് ചഞ്ചലമാകുന്നു, ആടി 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 കളിക്കുന്നു. ആ ആട്ടം കളയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹരിനാമകീർത്തനത്തിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ പറയുന്നത്, കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ. പൊന്മണി വിളക്ക് പിന്നെ കെടൂല, അത് ഈ ചാഞ്ചാറ്റം ഉണ്ടാവില്ല, കത്തിജ്വലിച്ച് നിൽക്കും. എന്താണ് ഇവരുടെയൊക്കെ കാഴ്ചപ്പാട്? അപ്പൊ ചഞ്ചലം ഹി മനഃകൃഷ്ണ, എൻ്റെ മനസ്സ് ചഞ്ചലമായി മാറുന്നു. ഇതാണ് ഇവിടെ നാരദര് വൃഥാ ഖേദയസേ ബാലേ. പിന്നെയോ അഹോ ചിന്താതുരം കഥ, കഥ 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 നശിച്ച് നശിച്ച് നശിച്ചു പോകുന്നു.
ഒരു വ്യക്തിയുടെ നാശം എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ചിന്തയിൽ നിന്നാണ്. സങ്കല്പ പ്രഭവൻ കാമൻ സർവാൻ ത്യക്വാൻ അശേഷത. ഭഗവാൻ പൂർണ്ണാവതാരം സങ്കല്പത്തെ തന്നെ ഇതിനെ കട്ട് ചെയ്യണം. ഏത്? ഈ വൃത്തികെട്ട ചിന്ത. വൃത്തികെട്ട ചിന്ത എവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട്? തൊട്ടക്കത്ത് തന്നെ. ചിന്താമ പരിമേയം താൻ പ്രളയാന്ത്യാമുപാസതേ. പ്രളയാന്ത്യം, ജീവിതത്തിൻ്റെ അന്ത്യം വരെ നാം ഉപാസന ചെയ്യുന്നതാണ് ചിന്ത. എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ് മഹാരാജ്. അദ്ദേഹം പറയും അൺബ്രോക്കൺ ചെയിൻ ഓഫ് തോട്ട്. ഈ നെഗറ്റീവ് ചിന്തകൾ, ഈ ദുഃഖിക്കുന്ന ദുരിതമായിട്ടുള്ള ചിന്തകൾ ശ്രദ്ധിക്കണം. ഈ നഷ്ടബോധ ചിന്തകൾ. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ട് IAS കാരനാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ കൊടിവെച്ച കാറിൽ പറക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ എന്നെ എറണാകുളത്ത് MG റോഡിൽ ഒരു 2 ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാനൊരു 10,000 കോടി രൂപയുടെ ഓണറായേനെ. അന്ന് എൻ്റെ അച്ഛനെ പരിചയമുള്ള ഒരാളായിരുന്നു ISRO ഉണ്ടായിരുന്നു. അവിടെ പിടിപ്പിച്ചിട്ട് എന്നെ ISRO സയൻറ്റിസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രധാനമന്ത്രി എന്നെ കെട്ടിപ്പിടിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള ജീവിതത്തിൽ ഞാൻ മീനാക്ഷി നിന്നെ കല്യാണം കഴിക്കുന്നതിന് പകരം നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ മകനാ പറ്റിച്ചത്, ഇല്ലെങ്കിൽ എനിക്ക് ഐശ്വര്യ റോയിയെ കല്യാണം കഴിക്കാമായിരുന്നു. ഇങ്ങനെ നഷ്ടബോധ ചിന്തകളിൽ നിന്നും ഇപ്പോൾ നമ്മളെയൊക്കെ ഭരിക്കുന്നത് എന്താണ്? നഷ്ടബോധ ചിന്തകളിൽ നിന്നും എവിടത്തേക്ക്? ഭഗവത് ബോധ ചിന്തകളിലേക്ക് ഉയരണം. അപ്പോൾ നഷ്ടബോധ ചിന്ത എവിടുന്ന വരിക? ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമായതുകൊണ്ട് പുറത്തോട്ട് പോകുമ്പോഴാണ്. അത് എവിടത്തേക്ക് വരണം? ഭഗവത് ബോധ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരാത്മാവിലേക്കുള്ള ചിന്ത. മനസ്സിലായില്ല അല്ലേ? മനസ്സിലാകണമെങ്കിൽ ആ ചേച്ചിമാരെ വിളിക്കൂ. ഏത് ചേച്ചിമാരാ? ഗോപികമാരാ? ഗോപികമാരുടെ ചേച്ചി അവർ പറയും ഹലോ ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്ക്. അന്തരാത്മാവായ ദൃക്കായി ശോഭിക്കുന്ന ആ കൃഷ്ണൻ അകത്തോട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരുത്തുറ്റ അതിശക്തമായ മനസ്സിനുടമയായി മാറാൻ പറ്റും. ഈ കരുത്തുറ്റ അതിശക്തമായ നിർദ്ദേശമാണ് ഇവിടെ നാരദര് നിൽക്കുന്നത്. അപ്പോഴോ ആ കരുത്തുറ്റ മനസ്സിനുടമയാകുമ്പോഴോ നമുക്കൊരു ആക്സെപ്റ്റൻസി വരും എല്ലാത്തിനെയും. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഭാര്യയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ഭാര്യയ്ക്ക് ഭർത്താവിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അമ്മയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അച്ഛനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ മക്കൾ കറുത്തിട്ടായാലും വെളുത്തിട്ടായാലും MBBS ആയാലും 10ാം ക്ലാസ് തോറ്റായാലും എഞ്ചിനീയറിംഗ് ആയാലും വെറുതെ ഇരിക്കുന്നതായാലും മക്കളെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ആക്സെപ്റ്റൻസിയിൽ നിന്നും ആ റിസൾട്ടായി കർമ്മഫലം പിന്നെന്താണ്? ഒരു ഇതും കൊണ്ട് ഉണ്ടല്ല, കർമ്മപ്രതിഫലം. ഈ പ്രതിഫലം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോഴോ എന്താണ്? തുടർന്ന് നാരദർ പറയുന്നു ശ്രീകൃഷ്ണ ചരണം ഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. സ്മരിച്ചാൽ മതി, ശ്രീകൃഷ്ണനെ സ്മരിച്ചാൽ മതി. ദുഃഖം ഗമിഷ്യതി. ദുഃഖം മുഴുവൻ അങ്ങട് പമ്പ കടന്ന് ഗംഗയും കിടന്ന് ഹിമാലയവും കിടന്ന് പാകിസ്ഥാനിലോട്ട് പൊക്കോളും. അവരുടെ കയ്യിലിരിപ്പുണ്ട്, പാകിസ്ഥാനിലേക്ക് എത്തിക്കോളും. പിന്നെ നമുക്ക് പേടിക്കണ്ട. അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലോ ടെററിസ്റ്റുകൾ അരച്ച് കലക്കിയിട്ട് മുസ്ലിം ടെററിസം ലോകത്തിന് വിഭാവനം ചെയ്തോളൂ. അത് നമുക്ക് കൂടുതൽ അങ്ങോട്ട് കടന്നു പോകണ്ട. അവിടുന്ന് പോയി കഴിഞ്ഞാൽ കെട്ടുന്നാറും. അപ്പോൾ ശ്രീകൃഷ്ണ ചരണംഭോജം സ്മരേ ദുഃഖം ഗമിഷ്യതി. മനസ്സിലായില്ല അല്ലേ? ഇല്ല. നമ്മളുമായിട്ട് നല്ല ശത്രുതയുള്ള രാമൻ നായരെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പോൾ ദേഷ്യം വരുന്നുണ്ട്, ഇല്ലേ? ദേഷ്യം വരുന്നുണ്ട്. ഇതുപോലെ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ വീട്ടിൽ ഒരു സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടാവും, അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഉണ്ടാക്കും. മെയിൻ സ്വിച്ച് അങ്ങോട്ട് ഓണാക്കിയാൽ മതി, വീട്ടിൽ മുഴുവൻ കറണ്ട് വരും. ഒരു സെക്കൻഡ് കൊണ്ട് കറണ്ട് പോയിട്ട് മുഴുവൻ ഇരുട്ടലായിരിക്കും. ഇതാണ് സ്മരിക്കുക എന്ന് പറഞ്ഞാൽ. ഈ സെക്കൻഡ് കൊണ്ട്, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ സ്മരിച്ചു കഴിയുമ്പോൾ ഹൃദയങ്ങളിൽ
കൃഷ്ണാന്നൊരു വിളി അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ആ തങ്കവിഗ്രഹം മനസ്സിനകത്തോട്ട് അങ്ങോട്ട് വരുമ്പോൾ ഹൃദയത്തിനകത്ത് പരമേ വ്യോമൻ പ്രതിഷ്ഠിതം, ഈ നീലാകാശം പോലെയുള്ള 10,000 നീലാകാശങ്ങളെയും 10,000 സഹസ്രകോടി സൂര്യ ചൈതന്യ പ്രകാശവും മനസ്സിലുദിക്കുന്നതാണ് ആ കൃഷ്ണൻ്റെ ചരണാംഭോജം. ഇത് പെട്ടെന്നങ്ങ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കേൾക്കൽ എളുപ്പമാണ്. അഭ്യാസേനത് കൗന്ദേയ, ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. ഇതിനാണ് പരമപൂജനീയ ഗുരുദേവ് പറയുന്നു, ഹാമറിങ് ദി ഐഡിയാസ്. വീണ്ടും 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 ചെയ്യുമ്പോഴാണ് അതിനെന്ത് ചെയ്യണം? 700 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പൂർണ്ണാവതാരമായിട്ട് നമ്മളെ പഠിപ്പിച്ച ഈ ഭഗവത്ഗീത എന്ന ധർമ്മശാസ്ത്രം പഠിക്കണം, എങ്കിലേ ഇതൊക്കെ സാധിക്കുള്ളൂ. ഇതിനകത്ത് പറയുന്നതാണ് ദുഃഖ സംയോഗ വിയോഗാഹ. ദുഃഖത്തിന് ഇപ്പം ഞാൻ ഈ ഭഗവത്ഗീത കൈകൊണ്ടെടുത്തു കാണിച്ചു തന്നതിന് ശേഷം ഇവിടെ വെക്കണം. അല്ലാണ്ട് ഇതുകൊണ്ട് തന്നെ എപ്പോഴും വെച്ച് പിടിച്ചു നടക്കാൻ പറ്റുമോ? പിടിച്ചു നടക്കാൻ പറ്റില്ല. നമ്മൾ ദുഃഖത്തിനെയും ഇതുപോലെ ആവശ്യത്തിനെടുത്തു ദുഃഖിച്ചു, അപ്പോൾ ഉടൻ തന്നെ വിടേണ്ട സമയത്ത് വിടണം. അപ്പോഴോ സ്മര ദുഃഖം ഗമിഷ്യതി ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. സ്മര സ്മര, എന്താണ് സ്മരിക്കേണ്ടത്? എപ്പോഴാണ് സ്മരിക്കേണ്ടത്? ഗുളിക ഡോക്ടർ എഴുതും, ബിഫോർ മീൽസ് ആണെന്ന് ബിഫോർ മീൽസ്, ആഫ്റ്റർ മീൽസ് ആണെന്ന് ആഫ്റ്റർ മീൽസ്, 3 പ്രാവശ്യമാണെന്ന് വെച്ചാൽ 3 ദിവസം. അപ്പോൾ എപ്പോഴാണ് സ്മരിക്കേണ്ടത്? തസ്മാൽ സർവേഷു കാലേഷു മാമനുസ്മരയുധ്യജ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴും ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം എന്ന് വെച്ചാൽ ഭാഗവതം പറയുന്നു കഥയന്തശ്ച, അല്ല ഭഗവത്ഗീത പറയുന്നു കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തീച്ച രമന്തിച്ച. കഥയ്ക്കുള്ളിലെ തത്വങ്ങൾ, തത്വങ്ങളുടെ ഉള്ളിലുള്ള ശ്രീകൃഷ്ണ ചരണാംഭോജം, ആ ശ്രീകൃഷ്ണനാമം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ അമ്മയുടെ കഥ, അതുപോലെ കഥയന്തശ്ചമാം നിത്യം, എപ്പോഴും കൃഷ്ണനാമം ഉരുവിട്ടുകൊണ്ടങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു 2 വഴിയുണ്ടാവും. സ്ട്രെസ്സിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കണോ, സ്ട്രെങ്ത്തിൽ മുന്നിൽ ജീവിക്കണോ? 2 ചോദ്യമാണ്. എന്താണ്? സ്ട്രെസ്സിൽ മുങ്ങിക്കുളിക്കണോ, സ്ട്രെങ്ത്തിൽ ജീവിക്കണോ? ഇത്രയേ ഉള്ളൂ ചോദ്യം. ഇത് തിരഞ്ഞെടുക്കാനൊരു വഴിയാണ് നാമസങ്കീർത്തനം. ഈ കൃഷ്ണനാമത്തിൽ മുറുക്കെ പിടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, നാമശക്തി. നാമശക്തിയിലകത്ത് വരുമ്പോൾ കൃഷ്ണൻ പറയും സർവം പ്രകൃതി. അർജുന നിനക്ക് നാമശക്തി ഉണ്ടെങ്കിൽ ഈ പ്രകൃതിയാണ് നീ. അനന്തമായ പ്രകൃതിയുടെ പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചുണ്ടായ പ്രപഞ്ചമാണ് അർജുന നീ എന്ന് പറഞ്ഞാൽ. പ്രപഞ്ചം 5 പ്രപഞ്ച ശക്തിയുടെ ഭാഗമാണ് നീ. ഈ അനന്തമായ ഊർജപ്രവാഹത്തിൻ്റെ ഒരു ഭാഗമാണ് നീ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലോ സ്ട്രെങ്തായി മാറി. സ്ട്രെസ്സിനെ ഉപേക്ഷിച്ച് സ്ട്രെങ്തായി മാറി. അത് സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും, ഈ പോൾവാട്ട് കുത്തിയിട്ട് അങ്ങനെ മുകളിൽ കയറി കഴിഞ്ഞാൽ ആ ലൈൻ എത്തിക്കഴിഞ്ഞാൽ പോൾവാട്ട് ഇങ്ങോട്ട് വിട്ടിട്ട് അപ്പുറത്തോട്ട് തുള്ളണം. സ്ട്രെസ് ഇങ്ങോട്ട് വിട്ടിട്ട് സ്ട്രെങ്തായി മാറണം. അപ്പോഴോ അതുവരെയുള്ള ഇംബാലൻസ്ഡ് മൈൻഡിൽ നിന്നും ബാലൻസ് മൈൻഡിലോട്ട് നമ്മളെ ഉയർത്തും. ഇംബാലൻസ് മൈൻഡിൽ നിന്നും ബാലൻസ്ഡ് മൈൻഡിലേക്ക് നമ്മളെ ഉയർത്തുകയാണ് ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. ഇവിടെ സമചിത്തത കൈവരിക്കുകയാണ്. എന്താണ്? സമചിത്തത കൈവരിക്കുകയാണ്. സമചിത്തത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പോൾ ചിരിച്ചുകൊണ്ട് ജീവിതത്തെ അഭിമുഖീകരിക്കുകയും ചിരിച്ചുകൊണ്ട് ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയും ചിരിച്ചുകൊണ്ട് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് സി ഓഫ് ചെയ്യുകയും കെട്ടിപ്പിടിച്ചുകൊണ്ട് മക്കളെ മടിയിലിരുത്തി താലോലിക്കുകയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് മാതൃസ്നേഹം അമ്മയ്ക്ക് നൽകിക്കൊണ്ടും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് അച്ഛനോടുള്ള പിതൃവാത്സല്യം ഷെയർ ചെയ്തുകൊണ്ടും ഒരു നല്ല ജീവിതം ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന് ലഭിക്കാനാണ് നമ്മൾ
ഭാഗവതം പഠിക്കണം, ഭഗവത്ഗീത പഠിക്കണം, നമ്മളെ മക്കളെയും പഠിപ്പിക്കണം, വരും തലമുറയെയും പഠിപ്പിക്കണം. വിശദമായിട്ടറിയാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോകൾ മുഴുവൻ നിങ്ങൾ കാണണം. ഇനിയും തുടർച്ചയായിട്ട് വീഡിയോകൾ വരും, അതൊക്കെ കാണണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഈ വിഭവ സമൃദ്ധമായ സദ്യ എത്തിക്കണം. 3 കൂട്ടം പായസമുണ്ട്. പിന്നെ കൈ കഴുകിയിട്ട് പോകുമ്പോൾ അവിടെ തന്നെ നിൽക്കണം. റൈറ്റ് സൈഡിൽ സ്കീയുടെ ഐസ്ക്രീമുണ്ട്, എന്ത് ഭഗവത്ഗീത എന്ന ഐസ്ക്രീമുണ്ട്, അതും കഴിച്ചോളൂ. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ലോകോ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണമയ്യപ്പ.